ഹലോ ഫ്രണ്ട്സ്, ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും വിചാരിക്കണ്ടാവും Q&A എന്ന് പറഞ്ഞിട്ട് എന്താണ് ഞങ്ങളുടെ ഇങ്ങനൊരു ഇൻട്രോ വന്നതെന്ന് അല്ലേ. Q&A തന്നെയാണ് കേട്ടോ സംഭവം വീഡിയോ. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ അത് എല്ലാവരുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി. ആ സ്പെഷ്യൽ ഡേ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി, 8ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇന്ന്. അപ്പൊ അതൊന്നും പറയാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ 100ാമത്തെ വീഡിയോയും കൂടിയാണ് ഇന്നത്തേത്. അതെ, അപ്പൊ അതിന്റെ ഒരു സന്തോഷം. പിന്നെ ഉണ്ട് ഒരു സ്പെഷ്യല്. ഇപ്പൊ കഴിഞ്ഞ ഒരു വെഡിങ്ങിന് ആനിവേഴ്സറിക്ക് ഇല്ലാത്ത ആള് ഇപ്രാവശ്യം ഉണ്ട്. അതെ, അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട് എന്തായാലും. പിന്നെന്താ, ഇതിന് വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല. കാരണം മോന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഈ മാസം തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇത് വേറെ സംഭവം ഒന്നുമില്ല. അപ്പൊ അത് ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്തായാലും ആഘോഷിക്കും. അതെ, അപ്പൊ എന്തായാലും വേറെ ഒന്നുമില്ല കേട്ടാ. ഇതൊന്നും പറയാൻ വേണ്ടി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്നത്തെ നമ്മുടെ 100ാമത്തെ വീഡിയോ കൂടിയാണ് ഇറങ്ങുന്നത്. അത് സബൈൻ സാറിന്റെ വീഡിയോ ആയിട്ട് ഇറങ്ങണേലും ഒത്തിരി സന്തോഷം. നമ്മൾ തുടങ്ങിയത് ഇത് പറഞ്ഞിട്ട് മോനെ കിട്ടിയൊരു സന്തോഷം പങ്കുവെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സാറിനെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ബന്ധപ്പെടുത്തി അങ്ങനത്തെ ഒരു ടോപ്പിക്കിനെ ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മുടെ 100ാമത്തെ വീഡിയോ ഇറങ്ങുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ സാറുമായിട്ടുള്ള ഒരു Q&Aയിലേക്ക് കടക്കാം. Next question from Reshma Vijesh. Hi sir, I am Reshma from Malappuram. എനിക്ക് 26 വയസ്സാണ്, ഹസ്ബൻഡിന് 33. മാരേജ് കഴിഞ്ഞിട്ട് 8 വർഷമായി. ഹസ്ബൻഡിന് അസോസ്പെർമിയ ആണ്. എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. 2 ടൈം IVF ചെയ്തു. എംബ്രിയോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എംബ്രിയോ ക്വാളിറ്റി ഉണ്ടായിട്ടും സക്സസ് ആവാതിരുന്നത് എന്തുകൊണ്ടാണ് സർ? IVF ഒന്നുകൂടി ട്രൈ ചെയ്യണമെന്നുണ്ട്. സബൈൻ സാറിന്റെ ഹോസ്പിറ്റലിൽ വരാനിരിക്കുകയാണ്. IVF ചെയ്തിട്ടും സക്സസ് ആവുന്നത് എന്തുകൊണ്ടെന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ബേസിക്കലി നമുക്ക് ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഹസ്ബൻഡ് അസോസ്പെർമിയ അല്ലേ? ഹസ്ബൻഡിക്ക് സർജറി അല്ല, അവർ ടെസ്റ്റിന് ആസ്പിറേറ്റ് ചെയ്താണ്, ടീസ ചെയ്താണ്. ടീസ ചെയ്തിട്ട് അതിന് സ്പേംസ് എടുത്തത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹസ്ബൻഡിൻ്റെ സ്പേംസ് ഈ അടുത്തെടുക്കുന്നതിന് മുമ്പ് കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. കുറച്ച് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അനു അജിത്. സർ, എനിക്ക് 33 വയസ്സുണ്ട്. 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഒരു തവണ IVF ചെയ്തു, ഫെയിലായി. ഹസ്ബൻഡിന് അസോസ്പെർമിയ ആണ്. പിസ ചെയ്താണ് ബീജം എടുത്തത്. ഇപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട്. മെഡിസിൻ ഒന്നും എടുത്തില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ FPS 240 ഉണ്ട്. 1 വീക്കായി മെഡിസിൻ എടുക്കുന്നു. എനിക്ക് IVF ചെയ്യാൻ പറ്റുമോ? സക്സസ് ആവുമോ? 2018 IMH 3.15 ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സക്സസ് ആവാൻ നല്ല പോസിബിലിറ്റിയുള്ള കേസാണ്. പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിൻ തന്നെ എടുക്കണം. ബെറ്റ് പ്രഷർ കൺട്രോൾ ചെയ്യണം. ചിലപ്പോൾ 3 പ്രാവശ്യം ഡെയിലി 3 ടൈംസ് വെച്ച് ഇൻസുലിൻ രാത്രി ബെഡ് ടൈമിൽ ഡോസ് എടുക്കേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IVF ചെയ്ത് ഹസ്ബൻഡിൻ്റെ സ്പേംസ് എടുക്കാം. ടീസ അല്ലെങ്കിൽ പിസ സ്പേംസ് എടുത്തിട്ട് നമുക്ക് IVF ചെയ്യാം. നല്ല സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അച്ചു. സർ, ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള ആളാണ്. എനിക്ക് ഡയബറ്റീസ് യൂട്രസ് ആണ്. 1 ട്യൂബ് ബ്ലോക്ക്. പീരിയഡ്സ് നോർമൽ. ഹസ്ബൻഡ് സെമൻ ഓക്കെ ആണ്. ഞങ്ങൾക്ക് അവിടെ IVF ചെയ്യാൻ ആഗ്രഹമുണ്ട് സർ. ഡയബറ്റീസ് യൂട്രസ് IVF സക്സസ് ആകുമോ? ഒരു ഡയബറ്റീസ് ചിലപ്പോൾ ഒരു ചിലപ്പോൾ നോർമൽ വോളിയം യൂട്രസിൻ്റെ വോളിയം വേണം സൈസ് ഉണ്ടെങ്കിൽ അത് സക്സസ് ആവാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം പ്രജി സുബി. സർ, എനിക്ക് റീകാനലൈസേഷൻ ചെയ്തതാ, പ്രഗ്നന്റ് ആയില്ല. ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂബ് ലെങ്ത് കുറവാണ്. ഇനി എനിക്ക് IVF ചെയ്ത കുട്ടികൾ വേണം. അതിന് കൂടുതൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? എനിക്ക് ഏജ് 33, വെയിറ്റ് 49, AMH ലെവൽ ഒബ്സർവ്ഡ് വാല്യൂ 2.34. ആദ്യം പ്രഗ്നൻസിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല, എല്ലാം നോർമൽ ആയിരുന്നു. IVF ചെയ്യുന്നതിന് മുൻപ് കൂടുതൽ എന്തെങ്കിലും ഹെൽത്തിൽ ശ്രദ്ധിക്കാനുണ്ടോ? ഫുഡിനെ പറ്റി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് എല്ലാം നോർമലായിട്ടായിരിക്കുന്നത്. ട്യൂബ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ IVF ഒരു ഐഡിയൽ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. നല്ല റിസൾട്ട്സ് പ്രതീക്ഷിക്കാം. ഫുഡ് 49 kg അല്ലേ ഉള്ളൂ. അപ്പോൾ ഫുഡ് അവന് വെയിറ്റ് കുറയ്ക്കാനൊന്നും വേണ്ട കാര്യമില്ല. 49 kg ഉള്ളതുകൊണ്ട്
പിന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള കുറച്ച് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത് നമ്മളെപ്പോഴും ഏത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യും, പ്രോട്ടീൻ റിച്ച് ഫുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഷീബ. സർ, എൻ്റെ ഏജ് 33 ഞങ്ങൾ സബാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ഒരു തവണ പ്രഗ്നന്റ് ആയി, 5 മാസമായപ്പോൾ അബോർഷനായി. സബാൻ ഹോസ്പിറ്റലിൽ 2 തവണ IUI ചെയ്ത് ഫെയിലായി. IVF ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഫസ്റ്റ് തന്നെ പോസിറ്റീവ് ആകുമോ എന്നാണ്. പോസിറ്റീവ് ആവാനുള്ള സാധ്യത നല്ലപോലുണ്ട്. ഇന്നൊന്ന് 100% നമുക്ക് പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കില്ല, എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്റ്റിമിസ്റ്റിക് ആണല്ലോ ചെയ്യുന്നത്. അതും പോസിറ്റീവായിട്ട് ചെയ്യുക. ജസ്ന. സർ, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 18 years ആയി. ഇതുവരെ ഒന്നും ശരിയായില്ല. സബാൻ സാറിനെ കാണിക്കണമെന്നുണ്ട്. ഹസ്ബൻഡിന് അസിസ്പെർമിയാണ്. IVF ചെയ്താൽ സക്സസ് ഉണ്ടാവുമോ? എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിട്ട് ലാപ്രോസ്കോപ്പി കഴിഞ്ഞതാണ്. ഇപ്പോൾ എഡിനോമയോസിസ് കാണുന്നുണ്ട്. പീരീഡ് ടൈമിൽ നല്ല പനിയാണ്. പിന്നെ വയറിന് പിന്നീട് അസുഖം കാരണം എന്ത് ഫുഡ് കഴിച്ചാലും ലൂസ് മോഷൻ ഉണ്ടാവും. ഡോക്ടർ കൊളോണോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ IVF വിജയസാധ്യതയുണ്ടോ? IVF-ന് വിജയസാധ്യതയുണ്ട്. കാര്യം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ ഇങ്ങനെ കണ്ടീഷനിൽ മാനക്ടമി കഴിഞ്ഞു, അടിഞ്ഞ ഉണ്ട്, ഹസ്ബൻഡിന് സ്പേംസും ഇല്ലെങ്കിൽ IVF മാത്രമേ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി നോക്കണം, സ്പേംസ് അകത്ത് സ്ട്രെസ്സുള്ള സൈസും സ്പേംസ് നമുക്ക് കുത്തിയെടുത്താൽ കിട്ടുമെന്നൊക്കെയുള്ള കാര്യം നോക്കിയിട്ട് നമുക്ക് IVF മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വിജയസാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അത് ചിലപ്പോൾ ഏറ്റവും ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം, അത് നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ജയ വിജയൻ. ഹൈ സർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 4 years ആയി. കുട്ടിയില്ല. ഹസ്ബൻഡിന് പ്രോബ്ലം ഒന്നുമില്ല. എനിക്ക് PCOD ആണ് പ്രോബ്ലം. 4 IUI ഫെയിൽ ആയതിനു ശേഷം ലാപ്രോസ്കോപ്പി ചെയ്തു. അതിനുശേഷം ചെയ്ത IUI എക്ടോപിക് പ്രഗ്നൻസി ആയി. അത് സർജറി ഒന്നും വേണ്ടി വന്നില്ല. നോർമൽ അബോർഷനായി. ഇപ്പോൾ 6th IUI ഫെയിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷമാണ് IUI എക്ടോപിക് പ്രഗ്നൻസി ആയത്. പിന്നെ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും. ഇതിൽ ചിലപ്പോൾ നമുക്കിനി 1-2 IUI ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ 2 ഓപ്ഷൻ ഉള്ളത്, ഒന്നീ IVF ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുക. 2 ഇതിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് സെമിൻ്റെ കൗണ്ടൊക്കെ നോർമലാണ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അശ്വനി. സർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 4 years കഴിഞ്ഞു. ഏജ് 24. PCOD ഉണ്ട്. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പീരീഡ്സ് ആകും. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഓവുലേഷൻ കറക്റ്റായി. ബട്ട് പ്രഗ്നൻസി ആയില്ല. ലാപ്രോസ്കോപ്പി ചെയ്യണമെന്നുണ്ട്. UAE-ലാണ്. 1 month ലീവ് ഉള്ളൂ. ലാപ്രോ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടോ? എത്ര ദിവസം എടുക്കും? നെക്സ്റ്റ് മന്ത് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഇതിന് ഐഡിയലി ലാപ്രോസ്കോപ്പി തന്നെയാണ് ട്രീറ്റ്മെന്റ്. 1 ദിവസത്തെ ട്രീറ്റ്മെന്റേ ഉള്ളൂ. ലാപ്രോസ്കോപ്പി സാറിന് രാവിലെ ചെയ്താൽ വേണമെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ തന്നെ വിടും. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ തന്നെ UAE തിരിച്ചു പോകാം. നാച്ചുറലായിട്ട് ചെറിയ ഓവുലേഷൻ ഉണ്ടാവാനുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ച് ട്രൈ ചെയ്താൽ മിക്കവാറും പ്രഗ്നൻസി ആയിക്കോളും. ഹസ്ബൻഡ് സെമിൻ്റെ കൗണ്ട് നോർമലല്ലേ? ഹസ്ബൻഡ് സെമിൻ്റെ കൗണ്ട് നോക്കുക നോർമലാണെങ്കിൽ. Next question from Suganya Ishwar. Hi sir, I am from Chennai, native Ernakulam. My AMH level 1.58. My husband count 20 million, motel 10. Saban Hospital Venkusite Setu, 3 IUI failure, 8 years of marriage life. My age 27, husband 35. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ 2 days സ്കാനിങ് സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ലാപ്രോ ചെയ്യാൻ പറഞ്ഞു. ബട്ട് 3 ദിവസം ഡോക്ടർ സ്കാൻ ചെയ്ത് സിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ലാപ്രോ വേണ്ടാന്ന് പറഞ്ഞു. പീരീഡ്സ് നോർമൽ, 28th day പീരീഡ് ആകും. 3 ദിവസം ഉണ്ടാകും. പീരീഡ്സ് ഈ മന്ത് ഫ്ലോ കറക്റ്റ് ആണ്. ബട്ട് പ്രീവിയസ് മന്ത് ഫ്ലോ കുറവായിരുന്നു. ഡോക്ടർ ഇപ്പോൾ IVF ആണ് പറയുന്നത്. IVF ആണെങ്കിൽ മൈ ചോയ്സ് ഈസ് സബൈൻ ഹോസ്പിറ്റൽ. ബട്ട് IVF ആണോ ലാസ്റ്റ് ഫോർ മൈ മെഡിക്കൽ കണ്ടീഷൻ സർ? ലാപ്രോ ചെയ്യാൻ എനിക്ക് എന്താ വേണ്ടത്? ഇത് ഫുൾ ഓഫ് സ്ട്രെസ് ആൻഡ് ഡിപ്രഷനിലാണ്. സാറിന്റെ വേഡ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതിലൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ ഒന്നേ നമുക്ക് IVF-ലോട്ട് പോകാം, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയും ചെയ്യാം. സിസ്റ്റ് ഇല്ലാന്നും ലാപ്രോസ്കോപ്പി ചെയ്യാൻ പാടില്ല എന്നല്ല. ലാപ്രോസ്കോപ്പി ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് അറിയാനും അപ്പോൾ തന്നെ ശരിയാക്കാനും വേണ്ടിയാണ് ലാപ്രോസ്കോപ്പി ചെയ്യാം. പിന്നെ ഹസ്ബൻഡിൻ്റെ കൗണ്ടും കുറച്ച് കുറവാണെന്ന് കാണിക്കുന്നുണ്ട്. ഹസ്ബൻഡിനെ ഇവാലുവേറ്റ് ചെയ്യണം.
വെരിക്കോസിലുണ്ടോ നോക്കണം. വെരിക്കോസിലുണ്ടെങ്കിൽ വെരിക്കോസിലും സർജറി ചെയ്യണം. അപ്പോൾ അങ്ങനെ IVF ഇല്ലാതെ തന്നെ വെരിക്കോസിലും ലാപ്രോസ്കോപ്പി ചെയ്ത് തന്നെ പ്രഗ്നൻസി ആവാൻ പറ്റും. അപ്പോൾ IVF മാൻഡേറ്ററി അല്ല, അത് ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ മാത്രം IVF പോയാലും മതി. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവരിവിടെ വന്നിട്ട് എത്ര നാള് ഇവിടെ വേണ്ടി വരും? പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 15 days വന്നാൽ IVF ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അമ്മൂസ്. സർ, ഞാൻ അശ്വതി ഫ്രം കാലിക്കറ്റ്. ഞാൻ 7 സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. സർ, ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനമാണ് മനസ്സിൽ. ഞങ്ങളോട് IVF ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 21 days മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. IVF സക്സസ്ഫുൾ ആകാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഫുഡ്, മെന്റൽ ഹെൽത്ത് എക്സെട്ര. ഞങ്ങളുടെ അവസാന പ്രതീക്ഷയാണ് സർ ഈ IVF. ഇത് സക്സസ് ആയില്ലേ അറിയില്ല. സാറിന്റെ അവസ്ഥ എന്താവുമെന്ന്. സക്സസ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാമോ? മൈൻഡ് ക്ലിയർ ആകാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതന്നെ എല്ലാം പറഞ്ഞിട്ടില്ല. കുറച്ച് ന്യൂട്രീഷ്യസ് ഉള്ള ഡയറ്റ് കഴിക്കണം. ടെൻഷൻ അടിക്കേണ്ട. സാധാരണ കാര്യങ്ങൾ പോയാൽ എല്ലാം സക്സസ് ആവും. പിന്നെ 100% സക്സസ് നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിനും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫെയിലിയർ കൂടെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഫെയിലിയർ ഫേസ് ചെയ്താൽ അടുത്ത ഇറ്റ്സ് നോട്ട് എൻ എൻഡ്. ഇറ്റ്സ് ഫെയിലിയർ എന്ന് വെച്ചാൽ അടുത്തൊരു ബിഗിനിങ്. ഇറ്റ്സ് എ ബിഗിനിങ് ഫോർ സംതിങ് എൽസ്. അത് വീൽ ഓൾസോ സപ്പോർട്ട് ചെയ്യും. നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അടുത്ത പ്രഗ്നൻസി ആക്കും. അതാണ് നമുക്ക് തരാനുള്ളൊരു പ്രോമിസ്. Okay, next question from Kirtana. Sir, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 4 year കഴിഞ്ഞു. എനിക്ക് PCOD ആൻഡ് തൈറോയിഡ് ഉണ്ട്. പ്രൊലാക്റ്റിൻ ഈസ് 25. മൈ ഏജ് ഈസ് 28. ഓവുലേഷൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ബട്ട് പ്രഗ്നന്റ് ആകുന്നില്ല. നെക്സ്റ്റ് മന്ത് നാട്ടിൽ വരുന്നുണ്ട്. ഡോക്ടർ സെമൻ സാറിനെ കാണാൻ. ഹസ്ബൻഡ് ബഹ്റൈനിലാണ്. ഇനി ഇവിടുന്ന് എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? പ്രൊലാക്റ്റിൻ ഹൈ ആണ്. 25. തൈറോയിഡ് ഉണ്ട്, PCOS ഉണ്ട്. പ്രൊലാക്റ്റിൻ, തൈറോയിഡ് ഇതെല്ലാം മെഡിസിൻസ് എടുക്കണം. അതുപോലെ തന്നെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ലാപ്രോസ്കോപ്പി ചെയ്ത് നിൽക്കണം. ഹസ്ബൻഡിൻ്റെ 7 hours ഒന്ന് നോക്കിക്കാണെന്ന് വിശ്വസിക്കുന്നു. നോവലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്ത് നിന്നാൽ മതി. ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് ട്രൈ ചെയ്യാൻ ശരിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ടിപ്സ് ബൈ ചിഞ്ചു. സർ, എൻഡോമെട്രിയോസിസ് ആയിരുന്നു. ലാപ്രോസ്കോപ്പി കഴിഞ്ഞു, ബട്ട് പ്രഗ്നന്റ് ആകുന്നില്ല. ഇത് തിരിച്ചു വരുമോ? എൻഡോമെട്രിയോസിസ് 6 months കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ലാപ്രോസ്കോപ്പി കഴിഞ്ഞാൽ വീണ്ടും വരുമോ? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നീ IVF പോവാം, അല്ലെങ്കിൽ ഒന്നുകൂടെ സെക്കൻഡ് ലാപ്രോസ്കോപ്പി എന്ന് പറയും. ഒന്നുകൂടെ ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുക. എൻഡോമെട്രിയോസിസ് നമുക്ക് ചിലപ്പോൾ 2ാമത് ചെയ്യുമ്പോഴായിരിക്കും പ്രഗ്നൻസി കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതിന് വേണ്ടി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സമ. സർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 11 years ആയി. ഇതുവരെ പ്രഗ്നന്റ് ആയിട്ടില്ല. 3 IUI ചെയ്തു, ഫെയിലായി. പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. സബൻ ഡോക്ടർ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്ലേസ് മലപ്പുറമാണ്. 3 IUI ചെയ്തിട്ട് ഫെയിലായതാണ്. എനിക്ക് തോന്നുന്നത് നല്ല ട്രീറ്റ്മെന്റ് ലാപ്രോസ്കോപ്പി ആയിരിക്കും. ലാപ്രോസ്കോപ്പിക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്ത് തന്നെ ബുക്ക് ചെയ്തിട്ട് ലാപ്രോസ്കോപ്പി ഡേറ്റ് തരാം. ആ ഡേറ്റ് മതിയായിരുന്നില്ല. മലപ്പുറത്ത് വരുന്നത് 2 വരെ വേണ്ട, 1 വരെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഹസ്ബൻഡ് 7 നോർമലാണ് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അശ്വനി. സർ, എനിക്ക് 2 അബോർഷൻ ഉണ്ടായിരുന്നു. 1 in 10th week and other in 19th week. ലൂപ്പസ്, എൻറ്റിഗോൾഗൻറ്റ് ഫാക്ടർ ആൻഡ് ആൻറ്റികാരിയോലിപ്പിൻ IgG ആൻറ്റിബോഡീസ് ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഡെയിലി ഹെപ്പറൈൻ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെയിലി ഇഞ്ചക്ട് ചെയ്താൽ എൻ്റെ നെക്സ്റ്റ് പ്രഗ്നൻസി സേഫ് ആയിരിക്കുമോ? സേഫ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഐശ്വര്യ അഖിൽ. സർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 2 years ആയി. ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഓവുലേഷൻ എപ്പോഴാണ് എന്ന് അറിയില്ല എന്നാണ്. എൻ്റെ അടുത്ത് സർജനെ കാണാനാണ് പറഞ്ഞത്. എൻ്റെ ഡൗട്ട് ഇതാണ്, അന്ന് സർജനെ കാണാൻ പറഞ്ഞത് എനിക്ക് ചാൻസ് ഉണ്ടോ, പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കൗണ്ട് ഒത്തിരി കുറവാണ്. അതാണ് എന്താ എന്ന് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല. 2 years ആയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഓവുലേഷൻ എപ്പോഴാണെന്ന് അറിയില്ല എന്നാണ്. എൻ്റെ അടുത്ത് സർജനെ കാണാനാണ് പറഞ്ഞത്. എൻ്റെ ഡൗട്ട് എന്താണ്, സർജനെ കാണാൻ പറഞ്ഞത്. എൻ്റെ ഡൗട്ട് എന്താണെന്നാണ് സർജനെ കാണാൻ പറഞ്ഞതെന്ന്. എനിക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് ഉണ്ടോ, എനിക്ക് എന്താണ് പ്രോബ്ലം,
പിന്നെ ഹസ്ബൻഡിന്റെ കൗണ്ട് ഇത്തിരി കുറവാണ്. ഹസ്ബൻഡിന്റെ കൗണ്ടാണ് കുറവ് പറയുന്നത്. പിന്നെ ഓവുലേഷൻ കറക്റ്റ് അല്ല എന്നുള്ളതും അതിന് സർജനെ കാണേണ്ടത്. ഹസ്ബൻഡിനെ കാണാനായിരിക്കും പറഞ്ഞത് ആയിരിക്കാം സർജനെ, അല്ലാതെ സർജനെ കാണാൻ പറയേണ്ട കാര്യമില്ല. ഓക്കെ, കൗണ്ട് കുറവുണ്ടെങ്കിൽ സർജനെ ഹസ്ബൻഡിനെ ഒന്ന് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കാണണമെന്നില്ല, ഹസ്ബൻഡിനെ കാണണമെന്നില്ല. നമുക്ക് നോക്കിയിട്ട് വെരിക്കോസ് ഉണ്ടെങ്കിൽ വെരിക്കോസിന്റെ സർജറി ചെയ്യുക. അപ്പോൾ കൗണ്ട് കൂടിക്കോളും. കൂടിക്കഴിഞ്ഞാൽ മിക്കവാറും തന്നെ പ്രഗ്നൻസി ആയിക്കോളും. ആയില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്യാം. Okay, next question from Sally. Sir, ICSI ട്രീറ്റ്മെന്റ് സക്സസ് ആയ നോർമൽ പ്രഗ്നൻസി പോലെയാണോ അതോ ഫുൾ റെസ്റ്റ് ആണോ? UAE ഉള്ളവരാണെങ്കിൽ തിരിച്ച് UAE ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകാൻ കഴിയുമോ അതോ സെയിം ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണോ ഫുൾ മന്തും? സാധാരണ പ്രഗ്നൻസി പോലെയാണ്. പ്രഗ്നൻസി ആവാനേ ഡിഫിക്കൽട്ട് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സാധാരണ പ്രഗ്നൻസി പോലെയാണ്. തിരിച്ച് UAE തിരിച്ചു പോകാം, അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാം. എവറിഥിങ് ആസ് ബിഫോർ. Okay, next question from Jayashree Manoj. Sir, IVF മുന്നേ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എന്തെല്ലാം ആഹാരം ഒഴിവാക്കണം? IVF കഴിഞ്ഞ് എന്തെല്ലാം ആഹാരം ഒഴിവാക്കണം? വേറെ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ആഹാരം ഒഴിവാക്കണ്ട. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഷുഗർ ഒഴിവാക്കുക. ഒബീസിറ്റി ഉണ്ടെങ്കിൽ അത് വെയിറ്റ് കുറയ്ക്കാനെന്നുള്ള ഭാഗമായിട്ട് ഫാറ്റൊക്കെ കുറച്ച് ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഒഴിവാക്കണ്ട. പിന്നെ ന്യൂട്രീഷ്യസ് ആയിട്ട് ഡയറ്റ് കഴിക്കാനായിട്ട് കുറച്ച് പ്രോട്ടീൻസും എന്തെങ്കിലും കഴിക്കുക. Okay, next question from Creative World. Hi sir, ഞാൻ UAE-ലാണ്. 4 years ആയി മാരേജ് കഴിഞ്ഞിട്ട് 3 times പ്രഗ്നന്റ് ആയി, അബോർഷൻ ആയി. അതായത് നാച്ചുറലായി പ്രഗ്നന്റ് ആയതാണ് രണ്ടും മൂന്നും. ഡോക്ടർ ടാബ്ലറ്റ് തന്നിട്ട് പ്രഗ്നന്റ് ആയതാണ്. ക്ലോമിഡ് ആണ് കഴിച്ചിരുന്നതെന്ന് പറയുന്നത്. PCOD ഉണ്ട്, ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ അബോർഷൻ ആവാൻ കാരണം എന്താണ്? ഇനി ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നന്റ് ആവില്ലേ? ഇതില് മിക്കവാറും ഈ PCOD തന്നെയായിരിക്കും അബോർഷനായി പോകാനുള്ള കാരണമാണ്. അതുകൊണ്ട് ഏതായാലും PCOD ലാപ്രോസ്കോപ്പി ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ GTT നോക്കണം. കാര്യം PCOD ഉണ്ടെങ്കിൽ ഷുഗർ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിലും ചിലപ്പോൾ അബോർഷൻസിന് കാരണമാകാം. അതുകൊണ്ട് GTT നോക്കുക, ലാപ്രോസ്കോപ്പി ചെയ്യുക, ഇനി ട്രൈ ചെയ്യുക. Next question, ഷീന. സർ, PCOD പ്രോബ്ലം മാറാൻ വെയിറ്റ് ലോസ് ചെയ്താൽ മതിയാകുമോ? അതൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. വെയിറ്റ് ലോസ് തീർച്ചയായിട്ടും ചെയ്യണം. അത് കൂടാതെ മെറ്റ്ഫോർമിൻ കഴിക്കണം. പിന്നെ ഓവുലേഷൻ ഉണ്ടാകാനുള്ള മെഡിസിൻസ് കഴിക്കണം. എല്ലാ ട്രീറ്റ്മെന്റിന്റെയും ഒരു സംരക്ഷണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ജൂബ്സ്. സർ, 40 ഏജ് ഉള്ള ലേഡിക്ക് കുട്ടികൾ ഉണ്ടാകുമോ? 40 തീർച്ചയായിട്ടും കുട്ടികളുണ്ടാകും, ഒരു കുഴപ്പമില്ല. Okay, next question from Lijila Ibrahim. Sir, എനിക്ക് PCOD ഉണ്ട്. ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഓവുലേഷൻ നടക്കുന്നുണ്ട്. HSG ചെയ്തു, പ്രശ്നമൊന്നുമില്ല. ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് ഓക്കെയാണ്. എന്നിട്ടും പ്രഗ്നന്റ് ആവുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് 5 year ആവുന്നു. 29 വയസ്സുണ്ട്. ഇനി എന്ത് ട്രീറ്റ്മെന്റിലാണ് ചെയ്യേണ്ടത്? ലാപ്രോസ്കോപ്പി ചെയ്താൽ ചാൻസ് ഉണ്ടോ? ലാപ്രോസ്കോപ്പി ചെയ്താൽ നല്ല ചാൻസ് ഉണ്ട്. ലാപ്രോസ്കോപ്പി തന്നെ ചെയ്യണം. അത് ഒട്ടും ഡിലേ ആക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം AABB. സർ, എനിക്ക് 27 വയസ്സുണ്ട്. പീരിയഡ്സ് ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രം ആവാറുള്ളൂ. ഓവുമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. AMH 0.37 ആണ്. എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? സ്വന്തമായിട്ട് സ്വന്തം എഗ്ഗിൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് IVF ചെയ്യുക. IVF ചെയ്യുമ്പോൾ എഗ്ഗ് നമ്മൾ വേറൊരു ആളുടെ എടുക്കുക. അതിന് എഗ്ഗ് ഡൊണേഷൻ എന്ന് പറയും. അത് തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ ഹൈയാണ്. പിന്നെ ഇതുപോലെ 0.3 ഉള്ള AMH ഉള്ളവർക്ക് നമുക്ക് 100% ആവില്ല എന്ന് പറയാൻ പറ്റില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് റിവേർഷൻ ചിലപ്പോൾ ഉണ്ടായിട്ട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വയസ്സാണ് തോന്നുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സുൽഫിക്കർ. സർ, പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ ഡെയിലി 2 times ബന്ധപ്പെടുന്നത് കുഴപ്പമുണ്ടോ? എനിക്ക് മോട്ടിലിറ്റി കുറവുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. എപ്പോഴാണ് ഏറ്റവും ബെറ്റർ ടൈം? 2 times ബന്ധപ്പെടുന്നത് ഒരു കുഴപ്പമില്ല. ബെറ്റർ ടൈം എന്ന് വെച്ചാൽ ഓവുലേഷൻ ടൈമാണ് ഏറ്റവും ബെറ്റർ ടൈം. ഓവുലേഷൻ ടൈം നമുക്ക് പറ്റുമെങ്കിൽ സ്കാൻ വെച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ബിറ്റ്വീൻ 10 and 20 days നമ്മൾ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം റൂബിയ. സർ, എംബ്രിയോ ഫ്രീസിങ്ങിന് എത്ര റേറ്റ് ആകും? അതിന്റെ ഡ്യൂറേഷൻ ഒന്ന് പറഞ്ഞു തരുമോ? അതായത് എത്ര മാസത്തേക്ക് എത്ര റേറ്റ് ആകുമെന്ന്? എംബ്രിയോ ഫ്രീസിങ് നമ്മൾ ആക്ച്വലി എംബ്രിയോ ഫ്രീസിങ് ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ IVFന്റെ പാക്കേജിൽ കൂടെ തന്നെയാണ് എംബ്രിയോ ഫ്രീസിങ്. അതിന് പ്രത്യേകിച്ച് റേറ്റ് ഇല്ല. പിന്നെ അത്
പിന്നെ ഡ്യൂറേഷന് മാത്രം കൂടുതൽ വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇയർലി 8,000 കണ്ടാണ്. മന്ത്ലി ആണെങ്കിൽ 10,000 ഇയർലി 8,000 ആണ്. അതിന് ലെസ് ദാൻ 10,000 ആണ് ഒരു വർഷത്തേക്ക്. എംബ്രിയോ IVF കൂടെ ഫീസിന് ചാർജ് ഇല്ല. അത് കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഫീസിന് മാത്രമേ ചാർജ് എടുക്കുള്ളൂ. അതും 20,000 ഉള്ളൂ ചാർജ്. അത് ഇൻക്ലൂഡ്സ് മറ്റേ 6 months കൂടെ അതിൻ്റെ കീപ്പ് ചെയ്യാനുള്ള ചാർജസ് കൂടെ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അനില അഭിരാജ്. സർ, ഓവം ക്വാളിറ്റി കൂട്ടാൻ ലാപ്രോസ്കോപ്പി ഹെൽപ്പ് ചെയ്യുമോ? ഓവം ക്വാളിറ്റി ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ആണെങ്കിൽ ഓവം ക്വാളിറ്റി കൂട്ടാൻ ലാപ്രോസ്കോപ്പി ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷെ വേറെ സ്ഥലങ്ങളിൽ നമ്മൾ ഓവം ക്വാളിറ്റി കുറയുകയും ചെയ്യും ലാപ്രോസ്കോപ്പി ചെയ്താൽ. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി ഇൻഡിസ്ക്രിമിനേറ്റ് നമ്മൾ ഓവറി നമ്മൾ കോവിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവം ക്വാളിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ അത് ഏത് കാര്യത്തിനാണ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സാലി. സർ, വാക്സിൻ അടിച്ചാൽ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും നെഗറ്റീവായി എഫക്ട് ചെയ്യുമോ? എനിക്ക് AMH ലെവൽ 4.98, EC ചെയ്യാൻ പ്രോബ്ലം ആണോ? ഏജ് 28 ആണ്. കോവിഡ് വാക്സിൻ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് കോവിഡ് വാക്സിൻ എടുക്കാം, നോ പ്രോബ്ലം. ഡ്യൂറിംഗ് IVF കുഴപ്പമില്ല. പ്രഗ്നൻസി നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ എടുത്തെടുക്കത്തില്ല. എക്സ് ചെയ്യാൻ പ്രോബ്ലം ആണോ എന്നാണ് ചോദിച്ചത്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ 14 days മുമ്പ് സ്റ്റോപ്പ് ചെയ്യും. വേറെ പ്രശ്നം ഇതെങ്ങനെയാണ് AMH ലെവൽ 4.98, എക്സ് ചെയ്യാൻ പ്രോബ്ലം ആണോ എന്നാണ് ചോദിച്ചത്. പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഹാസി ഷൈനി. സർ, CVN OTS ഉള്ളവർക്ക് IVF സക്സസ് ആകുമോ? മെയിൽ ഏജ് 30. സക്സസ് ആവും. മെയിൽ ഏജ് നല്ല ഏജ് ആകുമ്പോൾ 30. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഷാജി ഷാഫി. സർ, മാരേജ് കഴിഞ്ഞിട്ട് 12 വർഷമായി. PCOD ഉണ്ട്. ഹസ്ബൻഡിന്റെ കൗണ്ട് 45 million. മോട്ടിലിറ്റി പ്രയോറിറ്റി 10, നോൺ പ്രയോറിറ്റി 10, മൊട്ടൈൽ 80, മോർഫോളജി നോർമൽ 60, ഹെഡ് ഡിഫക്ട് 20, ടൈപ്പ് ഡിഫക്ട് 20 ആണ്. ലാക്റ്റിൻ ടാബ്ലറ്റ് കഴിക്കുന്നു. 4 IUI ചെയ്തു. 5 വർഷമായിട്ട് WNC ചെയ്തത് സാംസാറിന്റെ ട്രീറ്റ്മെന്റിലാണ്. IVF ചെയ്യാമെന്നാണ് പറഞ്ഞത്. IVF സക്സസ് ആകുമോ? AFC ചെയ്തപ്പോൾ റൈറ്റ് 20, ലെഫ്റ്റ് 22 ഉണ്ട്. മെറ്റ്ഫോമിൻ കഴിക്കുന്നുണ്ട്. IVFന് സെവൻ ഹോസ്പിറ്റലിലാണ് ഡോക്ടറും ഞങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എഗ് എടുക്കുന്നതിന് മുൻപാണോ ശേഷമാണോ ഹിസ്ട്രോസ്കോപ്പി ചെയ്യുന്നത്? ഇതിപ്പോൾ IVF ചെയ്താൽ സക്സസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഹസ്ബൻഡിന്റെ കൗണ്ട് വലിയ കുഴപ്പമില്ല. മോട്ടിലിറ്റി കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്, അണ്ടർ ഫോളിക്കുലർ കൗണ്ട്, അതാണ് AFC എന്ന് പറഞ്ഞിരിക്കുന്നത്. AFCയും നല്ലപോലെ ഉണ്ട്. അത് ചെയ്ത് നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ കേസിൽ നമ്മൾ IVF ചെയ്ത് എഗ് എടുത്ത് എംബ്രിയോ ഉണ്ടാക്കി ഫ്രീസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഹിസ്ട്രോസ്കോപ്പി ചെയ്യും. അതിനുശേഷമാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വന്ന ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനും സാറിന്റെ മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു വട്ടം കൂടി സാറിൻ്റെ അടുത്ത് താങ്ക്സ് പറയാണ്, ഇത്രയും ടൈം നമുക്ക് വേണ്ടി തന്നതിന്. എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ സാർ, താങ്ക് യു.